നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. കെ കരുണാകരന്റെ മകളും KPCC ജനറൽ സെക്രട്ടറിയുമായ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ഇന്ന് വൈകിട്ട് 5 മണിക്ക് BJP ആസ്ഥാനത്ത് പത്മജ അംഗത്വം സ്വീകരിക്കും. കോൺഗ്രസിൽ നേരിട്ട അവഗണനയിൽ മനം മടുത്താണ് പാർട്ടി വിടുന്നതെന്നാണ് പത്മജയുടെ വിശദീകരണം. പത്മജയുമായി കോൺഗ്രസ് നേതൃത്വം നടത്തിയ അനുനയ നീക്കങ്ങൾ പരാജയപ്പെട്ടു. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പത്മജയുമായി ചർച്ച നടത്തിയിരുന്നു. അതേസമയം പത്മജ വേണുഗോപാലിനെ കൊണ്ട് BJPക്ക് കാൽക്കാശിന്റെ ഗുണമുണ്ടാകില്ലെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. കോൺഗ്രസ് അവഗണിച്ചെന്ന പത്മജയുടെ വാദം ശരിയല്ല. ഉറച്ച മണ്ഡലങ്ങൾ നൽകിയിട്ടും പത്മജ പരാജയപ്പെട്ടു. പത്മജയോട് കെ കരുണാകരന്റെ ആത്മാവ് പൊറുക്കില്ലെന്നും പത്മജയുമായി തനിക്കിനി ബന്ധമില്ലെന്നും കെ മുരളീധരൻ ആഞ്ഞടിച്ചു. കെ കരുണാകരൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധി ചെയ്യാത്ത ആളാണ്. അങ്ങനെയുള്ള കെ കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ BJPക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ്. പത്മജയെ എടുത്തുകൊണ്ട് കാശിൻ്റെ ഗുണം BJPക്ക് കേരളത്തിലുണ്ടാവില്ല. എല്ലായിടത്തും BJPയെ ഞങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് തള്ളും, യാതൊരു സംശയവുമില്ല. ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, വിളിക്കാനൊക്കെ ധാരാളം ആളുണ്ട്, പക്ഷേ നമുക്ക് ഈ പാർട്ടി വിട്ടു പോകാൻ കഴിയില്ലല്ലോ. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ, അതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെ ഇത്രയും കടുത്ത തീരുമാനത്തിലേക്ക് പോയി? ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഒരു തരത്തിലുള്ള ബന്ധുവാരുമായിട്ടില്ല. പാർട്ടി ഇവരെ 2 നേതാക്കന്മാരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും അനുഭവിക്കാത്ത മക്കൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ദുഷ്ടബുദ്ധി ഉണ്ടാവും. ഞാൻ കുറേ അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി വിട്ട് ഈ രാജ്യം നശിപ്പിക്കുന്ന ഒരു ശക്തിയുടെ കൂടെ ചേരാൻ പോകുന്നത്. പ്രോത്സാഹിപ്പിക്കാനും ചിരിക്കാനും കളിയാക്കാനൊക്കെ ആൾക്കാരുണ്ട്, ഞങ്ങൾക്കറിയാം. അതിനെയൊക്കെ ഞങ്ങൾ നേരിടും. അവനവൻ്റെ ആഗ്രഹങ്ങൾ അതിലേറെ വളർന്നു കഴിഞ്ഞാൽ വർക്ക് അറ്റ് ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ടോ എന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ചേരുന്നത്. നിതിൻ, കോൺഗ്രസ് അവഗണിക്കുന്നുവെന്ന് പത്മജ വേണുഗോപാൽ പറയുന്നു. കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുന്നു. അതേസമയം കോൺഗ്രസ് മുന്തിയ പരിഗണനയാണ് പത്മജയ്ക്ക് നൽകിയതെന്ന് സഹോദരനായ കെ മുരളീധരൻ പറയുന്നു. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊക്കെ ഒടുവിൽ 5 മണിയാകുമ്പോൾ BJPയുടെ അംഗത്വം സ്വീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എവിടെ വെച്ചാണ് ഈ ഒരു ചടങ്ങ് നടക്കുക? എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ക്രിസ്റ്റിന, വൈകിട്ട് 5 മണിക്ക് തന്നെ BJP ആസ്ഥാനത്ത് വെച്ച് JP നദ്ദയിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ 11 മണിക്കായിരുന്നു നേരത്തെ നിശ്ചയിച്ചത്, പക്ഷേ പിന്നീട് അത് വൈകുകയായിരുന്നു. എന്തായാലും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് പ്രധാനമായും പത്മജ വേണുഗോപാൽ ഉന്നയിക്കുന്നത്. ഒന്ന്, അവഗണന നേരിട്ടു. മാത്രമല്ല, കെ കരുണാകരൻ സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണം അത് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. കൂടാതെ തെരഞ്ഞെടുപ്പിൽ തന്നെ കാലുവാരിയ നേതാക്കൾക്കടക്കം പദവികൾ നൽകിയതിലടക്കം പരാതികൾ അറിയിച്ചിരുന്നു. ഇതിലെല്ലാം തന്നെ ഒരു പരിഗണന അല്ലെങ്കിൽ ആ പരാതിയിലൊന്നും കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ല. അതോടൊപ്പം നിരന്തരം അവഗണിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ഈ ഒരു പാർട്ടി മാറ്റത്തിന് കാരണമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും കെ കരുണാകരന്റെ മകൾ എന്ന മേൽവിലാസം BJP സംബന്ധിച്ചാണെങ്കിൽ സംസ്ഥാനത്ത് വലിയ രീതിയിൽ തന്നെ ഈ ഒരു BJP പ്രവേശനം അത് രാഷ്ട്രീയമായി തന്നെ നേട്ടത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസ് സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ്. കാരണം കേരള രാഷ്ട്രീയത്തിൽ ഭീഷ്മാചാര്യൻ എന്നറിയപ്പെടുന്ന കെ കരുണാകരന്റെ മകൾ സ്വാഭാവികമായിട്ടും BJPയിൽ ചേരുമ്പോൾ അത് കേവലം ഒരു മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് ആകമാനം കനത്ത തിരിച്ചടിയെ തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്, അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തും അവസാനവട്ട ശ്രമം എന്ന നിലയിൽ ഇന്ന് രാവിലെയും അനുനയ ശ്രമങ്ങൾ ഉണ്ടായത്. KC വേണുഗോപാൽ നേരിട്ട് പത്മജ വേണുഗോപാലുമായി ഫോണിൽ സംസാരിച്ചു. പക്ഷേ യാതൊരു തരത്തിലും തന്റെ നിലപാടിന് മാറ്റമില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. നേരിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചെങ്കിലും പിന്നീട് അതിൽ നിന്നെല്ലാം തന്നെ പിന്മാറുന്ന ഒരു നിലപാട് തന്നെയാണ് പത്മജ വേണുഗോപാൽ സ്വീകരിച്ചത്. എന്തായാലും താൻ BJPയിലേക്ക് പോകുന്നു എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ മാറ്റമില്ല. ഇന്ന് വൈകിട്ട് 5 മണിക്ക് തന്നെ BJP പ്രവേശനം ഉണ്ടാകും. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ ഈ BJP പ്രവേശനം ബന്ധപ്പെട്ട് തന്നെ പലതരത്തിലുള്ള അഭ്യൂഹം ഉണ്ടായപ്പോൾ പോലും പത്മജ വേണുഗോപാൽ ഇന്നലെ അത് നിരാകരിച്ചിരുന്നു. പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റ് പൊടുന്നതിന് തന്നെ അപ്രത്യക്ഷിതമായി. അതിനുശേഷമാണ് ഈ ഒരു സ്ഥിരീകരണം പത്മജ വേണുഗോപാൽ കേന്ദ്രത്തിൽ നമുക്ക് ലഭ്യമായത്. പിന്നീട് അദ്ദേഹം പത്മജ വേണുഗോപാൽ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സംസ്ഥാന കോൺഗ്രസിൽ നേരിടുന്ന അവഗണന, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഏതാനും നാളുകളായി സംസ്ഥാന കോൺഗ്രസിലും തന്നെ അത്തരത്തിൽ കൃത്യമായ സജീവമായി ഇല്ലാത്തതുമെല്ലാം തന്നെ എന്ത് കാരണത്താലാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ അഭിമുഖങ്ങളിലെല്ലാം തന്നെ പത്മജ വേണുഗോപാൽ വ്യക്തമാക്കിയ ഒരു കാര്യം, ഒന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തന്നെ പരാജയപ്പെടുത്തിയ ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ നിരന്തരം അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം, കൂടാതെ കെ കരുണാകരൻ
അൻവറിന്റെ സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണം അത് ഇഴിഞ്ഞു നീങ്ങുന്ന ഈ ഒരു കാരണമെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടി ഹൈക്കമാൻഡിലടക്കം പലപ്പോഴും പത്മജ വേണുഗോപാൽ പരാതി കൊടുത്തിരുന്നു. പക്ഷെ അതിലും തന്നെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പരാതി തന്നെയാണ് പത്മജ വേണുഗോപാൽ ഈ ഘട്ടത്തിലും ഉന്നയിക്കുന്നത്. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയുള്ള ഒരു രാജി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പത്മജ വേണുഗോപാലിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വൈകിട്ട് 5 മണിയോടെ തന്നെ BJP പ്രവേശനം ഉണ്ടാകും. അതിനുശേഷം മാത്രമേ മറ്റ് കൂടുതൽ പ്രതികരണങ്ങൾക്ക് എന്തായാലും പത്മജ വേണുഗോപാൽ നടത്തുള്ളൂ എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു പത്മജ വേണുഗോപാൽ ഇന്ന് BJPയിലേക്ക് ചേരുമെന്നുള്ളത്. പക്ഷേ രാവിലെ 11 മണിക്ക് BJP കേന്ദ്ര നേതൃത്വമെല്ലാം തന്നെ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കിയത്. എന്നാൽ പിന്നീട് അത് വൈകുകയായിരുന്നു. വൈകിട്ട് 5 മണിക്ക് തന്നെ BJPയിലേക്ക് ചേരുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ശരി, ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് പത്മജ വേണുഗോപാൽ BJPയുടെ അംഗത്വം സ്വീകരിക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ. പത്മജ BJPയിലേക്കെന്ന വാർത്തകൾക്കിടെ തൃശൂരിൽ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് TN പ്രതാപൻ. പുതിയ സാഹചര്യത്തിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് കാത്തുനിൽക്കേണ്ടതില്ലെന്ന് രാമനിലയത്തിൽ ചേർന്ന യോഗത്തിൽ നേതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. ലീഡറെന്ന് ആദരവോടെ വിളിക്കുന്ന കെ കരുണാകരന്റെ മകൾ BJPയിലേക്ക് പോകുന്നതിന്റെ ഞെട്ടലിലാണ് തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ. വിവരങ്ങളുമായി സൂരജ് സജി ചേരുകയാണ് തൃശൂരിൽ നിന്ന്. സൂരജ്, ഇന്നലെ രാവിലെ വരെ എന്തായാലും BJPയിലേക്ക് പോകില്ല എന്ന നിലപാടിൽ നിന്ന് പത്മജ വേണുഗോപാൽ ഇന്ന് വൈകുന്നേരം എന്തായാലും അംഗത്വം സ്വീകരിക്കുകയാണ്. തീർച്ചയായും തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അതൊരു ഷോക്ക് തന്നെയാണ് എന്ന് പറയാം. എന്താണ് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം? അതേപോലെ തന്നെ ഈ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിക്കാനുള്ള TN പ്രതാപന്റെ തീരുമാനത്തിന് പിന്നിൽ എന്താണ്? ക്രിസ്റ്റിന, 2 ദിവസം മുമ്പ് നടന്ന TN പ്രതാപന്റെ സ്നേഹസന്ദേശ യാത്രയുടെ സമാപന ചടങ്ങിൽ ഈ പത്മജ വേണുഗോപാൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം സ്നേഹപൂർവ്വം TN പ്രതാപനുമായി കണ്ട് പിരിഞ്ഞതാണ്. ആ പത്മജയാണ് ഇന്ന് നേരം പുലരുമ്പോഴേക്കും BJPയിലേക്ക് എത്തി എന്ന വാർത്ത പുറത്തു വരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി, അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇങ്ങനെ ഒരു നീക്കം അത് വലിയ തിരിച്ചടിയായി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. അതേ തുടർന്നാണ് ഇന്നലെ ഈ വാർത്തകൾ വന്നു തുടങ്ങിയപ്പോൾ തന്നെ ഇന്നലെ രാത്രിയെല്ലാം തന്നെ നേതാക്കൾ ഇടപെട്ട് ഒരു അനുനയ ചർച്ചയ്ക്കുള്ള ശ്രമമെല്ലാം നടത്തിയിരുന്നു. അതിന് ഇവിടെ നിന്ന് TN പ്രതാപൻ അടക്കം ഈ VD സതീശനുമായി എല്ലാം ആശയവിനിമയം നടത്തുകയുണ്ടായി. പക്ഷേ അതെല്ലാം വിഫലമായതോടുകൂടിയാണ് ഇന്ന് രാവിലെ ഈ രാമനിലയത്തിൽ ഒരു നേതൃയോഗം വിളിച്ചു ചേർത്തുകൊണ്ട് TN പ്രതാപൻ എല്ലാം സുപ്രധാന തീരുമാനത്തിലേക്ക് പോയത്. എന്തായാലും ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് ഇപ്പോൾ തൃശ്ശൂരിൽ കോൺഗ്രസ് പ്രചരണം തുടങ്ങിയിരിക്കുന്നു. ക്രിസ്റ്റിന, ശരി, തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജ്ജയാണ്. ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ UDF സ്ഥാനാർത്ഥി എന്ന് പരിഗണിക്കപ്പെടുന്ന TN പ്രതാപൻ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സൂരജ് സജി. കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരിച്ച അബ്രഹാമിന്റെ സംസ്കാരം അല്പസമയത്തിനകം മൃതദേഹം വിലാപയാത്രയായി വീട്ടിലെത്തിച്ചു. കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാനുള്ള ദൗത്യം പുരോഗമിക്കുന്നു. വിവരങ്ങളുമായി സമീർ C. മുഹമ്മദ് ചേരുകയാണ്. സമീർ, അബ്രഹാമിന്റെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. അവിടെ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. ഇതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് തൊട്ടരികിലുള്ള സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് വിശാലമായ പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ജനങ്ങളുടെ ഒഴുക്ക് ഇപ്പോൾ ഈ വീട്ടിലേക്ക് തന്നെ തുടരുന്നു. നമുക്കറിയാം, ചൊവ്വാഴ്ച 3 മണിയോട് കൂടെയാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായത്. അബ്രഹാമിനെ കാട്ടുപോത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങളും ഉണ്ടായി. ഇന്നലെ രാത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള നീണ്ട ചർച്ചകളാണ് നടന്നത്. ആ ചർച്ചകൾക്കൊടുവിലാണ് കുടുംബം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകുകയും അതിന്റെ ഭാഗമായിക്കൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ച് കൂരാച്ചി ചുണ്ടിലെത്തിച്ചു. ആ കൂരാച്ചി ചുണ്ടിലെത്തിച്ച ശേഷം പിന്നീട് വിലാപയാത്രയായിക്കൊണ്ടാണ് വീട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. പള്ളിയിലെ ചടങ്ങുകൾക്ക് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റംജിയോ സിൻജിയാണ് നേതൃത്വം നൽകുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങൾ പള്ളിയിൽ പൂർത്തിയായിട്ടുണ്ട്. സമീർ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ പ്രതിഷേധം, ആ പ്രതിഷേധത്തിന് ശേഷം നടന്ന ചർച്ചകളിൽ അനുഭാവപൂർവ്വം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നു. ഈ ആവശ്യങ്ങൾ എത്രത്തോളം എപ്പോഴാണ് നടപ്പാക്കുക? അതേപോലെ തന്നെ പള്ളിയിലെ സംസ്കാരം എപ്പോഴാണ്? പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഈ കുടുംബം മുന്നോട്ട് വെച്ചിരുന്നത്. ഈ മേഖല വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാട്ടുപോത്തിന്റെ ആക്രമണമാണ് തുടർച്ചയായി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകണമെന്നാണ് പ്രധാനപ്പെട്ട ഒരാവശ്യം. അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. ഈ വിഷയങ്ങളെല്ലാം തന്നെ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന്
ജില്ലാ കളക്ടർ ഉറപ്പ് നൽകുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് നീണ്ടുനിന്ന പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കുകയും ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ഈ കുടുംബം അനുമതി നൽകുകയും ചെയ്തത്. തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 4 മണിയോട് കൂടിയാണ് ഈ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക്, സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. അവിടെ പൊതുദർശനമുണ്ടാകും. അവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കും. പിന്നീട് മാർ റെമിജിയോസ് ഇഞ്ചനാനിയുടെ നേതൃത്വത്തിൽ, താമരശ്ശേരി ബിഷപ്പിന്റെ നേതൃത്വത്തിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കും. നമുക്കറിയാം, വലിയ ഒരു ഭീതിയിലാണ് ഈ പ്രദേശമാകെ ഉള്ളത്. കാട്ടുപോത്തുകൾ തുടർച്ചയായ ദിവസങ്ങളിൽ ജനവാസ മേഖലയിലെത്തുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിനിടയിലാണ് ദാരുണമായ സംഭവം ചൊവ്വാഴ്ച 3 മണിയോടുകൂടെ അബ്രഹാം കൊല്ലപ്പെടുന്ന സംഭവം ഉണ്ടായത്. അതിന്റെ ഒരു ഭീതിയിലാണ് നാട്ടുകാർ. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് RRT ദൗത്യ സംഘം ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നത്. ഇപ്പോൾ 10 വാച്ചർമാർ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുകയും അവർ ഈ കാട്ടുപോത്തുകളെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ വെറ്ററിനറി ഡോക്ടറായിട്ടുള്ള വളരെയേറെ സാധ്യത തെളിയിച്ചിട്ടുള്ള ഡോക്ടറാണ് സജേഷ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട്. ആവശ്യമായ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം ലഭിക്കുകയാണ് എങ്കിൽ വെടിവെക്കാനുള്ള നടപടിയുമായിട്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. ദൗത്യസംഘം ഇവിടെ തുടരുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് RRT സംഘം ഇവിടെ എത്തിയത്. 5 അംഗ സംഘം അതിൽ പ്രത്യേകമായിട്ടുള്ള സാധ്യത തെളിയിച്ച 5 ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നതാണ്. എന്തായാലും ഈ കാട്ടുപോത്തിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. മൃതദേഹവുമായി കൊണ്ടുള്ള വിലാപയാത്ര വീട്ടിലേക്ക് എത്തുകയും ഇപ്പോൾ പൊതുദർശനം വീട്ടിൽ തുടരുകയുമാണ്. ശരി, അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സമീർ C. മുഹമ്മദാണ്. ഹരിയാന അതിർത്തിയിൽ കർഷകൻ മരിക്കാനിടയായ സാഹചര്യം ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിക്കണമെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി. ശുഭ്കരൺ സിംഗിനെതിരെ എന്തുതരം ബുള്ളറ്റാണ് ഉപയോഗിച്ചതെന്ന് സർക്കാർ അറിയിക്കണം. റിട്ടയർഡ് ജഡ്ജിയുടെ സംഘത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ വീണ്ടും ചേരും. നിതിൻ, ഈ ജുഡീഷ്യൽ കമ്മീഷൻ ഇത് അന്വേഷിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കണം, എപ്പോൾ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്? കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു ഉത്തരവ് കാരണം ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് കർഷകർ പ്രധാനമായി മുന്നോട്ട് വെച്ചത്. ഈ ഒരു ആവശ്യം തന്നെ ഇപ്പോൾ കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ് ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ള. ആക്ടിംഗ് ജസ്റ്റിസായ ദേവാലിയും അതോടൊപ്പം ജസ്റ്റിസ് ലഭിതയും ഇതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഈ അന്വേഷണം പണ്ടോ അല്ലെങ്കിൽ ഹരിയാന സർക്കാരിനോ കൈമാറാൻ സാധിക്കില്ല. കാരണം ഈ ഒരു അന്വേഷണത്തിന്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണം. 3 അംഗ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണമാണ് ഇതിൽ ഉണ്ടാവുക. ഹൈക്കോടതി ജഡ്ജി, വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയും അതോടൊപ്പം തന്നെ പഞ്ചാബ് ഹരിയാന പോലീസിലെ ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും ഈ ഒരു സംഘത്തിൽ ഉണ്ടാകും. ഇന്ന് വൈകിട്ട് 4 മണിക്ക് പഞ്ചാബ് സർക്കാരുകളോട് ADGP റാങ്കിലുള്ള ഏത് ഉദ്യോഗസ്ഥരാകും ഈ അന്വേഷണ സംഘത്തിൽ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പ്രധാനമായും ചില നിർദ്ദേശങ്ങൾ കോടതി കൽക്കട്ട ഹൈക്കോടതി മുൻ ജഡ്ജി അഭിജിത് ഗാംഗുലി BJPയിൽ ചേർന്നു. സോൾട്ട് ലേക്കിൽ BJP സംസ്ഥാന ആസ്ഥാനത്ത് വെച്ചാണ് അംഗത്വം സ്വീകരിച്ചത്. പാർട്ടിയുടെ പടയാളിയായി പ്രവർത്തിക്കുമെന്ന് അഭിജിത് ഗാംഗുലി പ്രതികരിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, രാഷ്ട്രീയത്തിലേക്കെന്ന സൂചന, അതിനുശേഷം ഹൈക്കോടതി ജഡ്ജി സ്ഥാനം രാജിവെക്കുന്നു, തൊട്ടടുത്ത് തന്നെ BJPയിലേക്കുള്ള പ്രവേശം. എന്നാൽ സംസ്ഥാനത്തെ തൃണമൂൽ കോൺഗ്രസ് ആണ് തന്നെ രാഷ്ട്രീയത്തിൽ എത്തിച്ചതെന്നൊരു പരാമർശം കൂടി അദ്ദേഹം നടത്തിയല്ലോ. എത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അഭിജിത് ഗാംഗുലിയുടെ BJPയിലേക്കുള്ള വരവിന്? ക്രിസ്റ്റീന, അത്യപൂർവമായ ഒരു രാഷ്ട്രീയ പ്രവേശനമാണ് പശ്ചിമ ബംഗാളിൽ ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ചയാണ് അഭിജിത് ഗാംഗുലി, അദ്ദേഹം കൽക്കട്ട ഹൈക്കോടതിയുടെ സിറ്റിംഗ് ജഡ്ജി ആയിരിക്കെ താൻ പദവി രാജിവെച്ച് രാഷ്ട്രീയ പ്രവേശനം നടത്തും എന്ന് വ്യക്തമാക്കിയത്. തുടർന്ന് പ്രഖ്യാപിച്ചത് അനുസരിച്ച് തന്നെ ചൊവ്വാഴ്ച അദ്ദേഹം രാജിവെക്കുകയും തുടർന്ന് BJPയിൽ ചേരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് സാൾട്ട് ലേക്കിലെ BJP സംസ്ഥാന ആസ്ഥാനത്ത് സംസ്ഥാന അധ്യക്ഷൻ സുഗന്ധ മജുംദാറിൽ നിന്നും അദ്ദേഹം BJP അംഗത്വം സ്വീകരിച്ചത്. അദ്ദേഹം ഏത് സീറ്റിൽ മത്സരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പാർട്ടി ഉടൻ തീരുമാനമെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ തംലൂക്കിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കും BJP എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. BJPയുടെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ അഭിജിത് ഗാംഗുലിയുടെ പേര് ഉണ്ടാകും എന്ന് തന്നെയാണ് BJP കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകളും.
തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് എതിരായ തുടർച്ചയായ വിധികളിലൂടെ പരാമർശങ്ങളിലൂടെ ഏറെ വാർത്തകളിൽ ഇടം നേടിയ ഒരു ജഡ്ജിയാണ് അഭിജിത്ത് ഗാംഗുലി. ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു തൃണമൂൽ കോൺഗ്രസ്. എന്നാൽ താൻ രാജിവെക്കും, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അദ്ദേഹത്തെ തൃണമൂൽ അടക്കമുള്ള എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിരുന്നുവെങ്കിൽ പോലും BJP-യിൽ അദ്ദേഹം ചേരാൻ തീരുമാനിക്കുകയായിരുന്നു. തൃണമൂലിനെതിരെ പോരാടാനും തൃണമൂലിനെ കൂട്ടിലടയ്ക്കാനും കഴിയുന്ന ശക്തമായ പാർട്ടിയാണ് BJP എന്നും അതുകൊണ്ടാണ് BJP-യിൽ ചേരാൻ തിരഞ്ഞെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിനെതിരായ പരാമർശവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ളവ വ്യക്തമാകുമ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ, വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നതിനെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റീന, ശരി, താൻ ഈ ജഡ്ജി ആയിരിക്കുമ്പോൾ തന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ തനിക്ക് വെല്ലുവിളി ഉയർത്തുകയും തനിക്ക് തടസ്സമാകുകയും ചെയ്ത തൃണമൂൽ കോൺഗ്രസ് ആണ് തന്നെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത് എന്ന അഭിജിത്ത് ഗാംഗുലിയുടെ പരാമർശം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന്. എറണാകുളം പോത്താനിക്കാടിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നേരെ തേനീച്ച ആക്രമണം. 6 തൊഴിലാളികൾക്ക് കുത്തേറ്റു. പരിക്കേറ്റവരെ മൂവാറ്റുപുഴ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാറാണ്. ശ്യാം, എപ്പോഴായിരുന്നു സംഭവം? ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തൊഴിലാളികളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നതിനിടെയാണ് തേനീച്ചക്കൂട് പൊട്ടുകയും തൊഴിലാളികളെ കുത്തുകയും ചെയ്തത്. ആറ് തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത്. ഇവരെ മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഇവരുടെ ആരുടെയും ഈ തേനീച്ചക്കുത്തേറ്റ തൊഴിലാളികളുടെ ആരുടെയും സ്ഥിതി ഗുരുതരമല്ല. ശരി, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുടൻ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തന്നെ പുറത്തിറക്കാനാണ് നീക്കം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിലും ഇന്ന് തീരുമാനമുണ്ടാകും. വിവരങ്ങളുമായി വീണ്ടും ചേരുന്നത് നിതിൻ അംബുജനാണ്. നിതിൻ, 200 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. എപ്പോഴാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നത്? അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിലും ഒരു തീരുമാനം ഇന്നുണ്ടാകുമല്ലോ. ക്രിസ്റ്റീന, വൈകിട്ട് 6 മണിക്കാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ നിർണായക യോഗം ചേരുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ പട്ടികയിൽ മേലുള്ള ചർച്ച നടക്കും. പ്രധാനമായും വയനാട്ടിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കണമെന്നൊരു ആവശ്യം തന്നെ പല ഘട്ടങ്ങളിൽ KPCC അടക്കം ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ തെലങ്കാനയിൽ നിന്നോ അല്ലെങ്കിൽ കർണാടകയിൽ നിന്നോ ഒരുപക്ഷെ മത്സരിക്കുമെന്നുള്ള സാധ്യതകളും അത്തരം ചർച്ചകളും ഒരു ഘട്ടത്തിൽ ഉയർന്നിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഹൈക്കമാൻഡ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് വയനാട്ടിൽ നിന്ന് വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്നുള്ളതാണ്. കൂടാതെ അമേഠിയിലും രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പുറത്തുവരുന്ന വിവരം. എന്തായാലും ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം ഒരുപക്ഷെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോടുകൂടി പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ കേരളത്തിലെ മറ്റ് സീറ്റുകൾ സംബന്ധിച്ചാണെങ്കിൽ സിറ്റിംഗ് MP-മാർ തന്നെ മത്സരിക്കട്ടെ എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ആശയക്കുഴപ്പം നിലനിൽക്കുന്ന മണ്ഡലം ഒന്ന് കണ്ണൂർ, അതോടൊപ്പം തന്നെ ആലപ്പുഴ മണ്ഡലങ്ങളാണ്. കണ്ണൂരിൽ K. സുധാകരന്റെ പേര് തന്നെയാണ് ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നത്. ആലപ്പുഴയിലാണെങ്കിൽ ഒരുപക്ഷെ KC വേണുഗോപാൽ മത്സരരംഗത്തുണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ മുസ്ലിം പ്രാതിനിധ്യം ഇല്ലാത്തൊരു പട്ടികയായി ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക വരും. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒരു പക്ഷേ KC അല്ലാതെ മറ്റൊരു പേരിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ശേഷം വൈകാതെ തന്നെ കേരളത്തിലടക്കം പട്ടികയിൽ ഉൾപ്പെടുത്തി ഏതാണ്ട് 200 സ്ഥാനാർത്ഥികളുടെ പട്ടിക ഉടൻ തന്നെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി പ്രതീക്ഷിക്കാം. മറ്റൊന്ന് റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്ത് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സോണിയാഗാന്ധി രാജ്യസഭയിലെത്തി. അതുകൊണ്ട് തന്നെ ആ മണ്ഡലം നിലനിർത്തുക പ്രിയങ്ക ഗാന്ധിയിലൂടെയാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. ഉത്തർപ്രദേശ് PCC-യും ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ റായ്ബറേലിൽ പ്രിയങ്ക ഗാന്ധിയും അമേഠിയിൽ രാഹുൽ ഗാന്ധിയും മത്സരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും വൈകിട്ടത്തെ യോഗത്തിന് ശേഷം മാത്രമേ ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. കേരളത്തിലുള്ള PCC അധ്യക്ഷൻ അതോടൊപ്പം തന്നെ CLP നേതാക്കളടക്കം ഇപ്പോൾ ഇവിടെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെയും CLP നേതാക്കളും PC അധ്യക്ഷന്മാരും ഈ ഒരു തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ രമേശ് ചെന്നിത്തലയും PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കളും ഇന്നത്തെ CLP യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷം മാത്രമേ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും കർണാടക കൂടാതെ തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ, മറ്റ് ചില സംസ്ഥാനങ്ങളിൽ അടക്കം 200 സീറ്റുകളിലേക്കാകും ഇന്നത്തെ പ്രഖ്യാപനം ഉണ്ടാവുകയെന്ന് പ്രതീക്ഷിക്കുന്നത്. ശരി, കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് നിതിൻ അംബുജനാണ്. കോതമംഗലത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിൽ മാത്യു കുഴൽനാടൻ MLA-യും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരാകില്ല. അടുത്ത ആഴ്ച ഹാജരാകാമെന്ന് ഇരുവരും കോതമംഗലം പോലീസിനെ അറിയിച്ചു. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇരുവരും എന്തായാലും പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്താണ് പ്രതികരണം, മറ്റു വിശദാംശങ്ങൾ?
കോതമംഗലത്ത് കോൺഗ്രസിന്റെ പ്രകടനം അതേ തുടർന്ന് നടന്ന സംഘർഷത്തിൽ മാത്യു കുഴൽനാടനെയും അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷിയാസിനെയും DCC പ്രസിഡന്റിനെയും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നു കോതമംഗലം പോലീസ് ഇന്ന്. കഴിഞ്ഞ ദിവസം അവർക്ക് ജാമ്യം നൽകിയപ്പോൾ ഉപാധി വെച്ചിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാകണം എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ 4 മണിക്ക് ഇന്ന് ഹാജരാകാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇരുവരും ഇപ്പോൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് തങ്ങൾ ഹാജരാകില്ല എന്നുള്ള കാര്യം. അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാം എന്നാണ് നിലവിൽ ഇരുവരും ഇപ്പോൾ പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കും. മറ്റ് ഔദ്യോഗികമായ തിരക്കുകൾ ഉള്ളതിനാലാണ് ഹാജരാകാൻ കഴിയാത്തതെന്നാണ് വിശദീകരണം. ശരി ശ്രീകാന്ത്, മറ്റൊരു വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാർ പരിശോധന നടത്തുന്നുണ്ടല്ലോ, വിശദാംശങ്ങൾ. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അങ്ങനെ ഒട്ടുമിക്ക സർക്കാർ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ പരിശോധന നടത്തുകയാണ്. നേരത്തെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഈ നഗരത്തിൽ, അത് കളമശ്ശേരിയിലും അതോടൊപ്പം തന്നെ നഗരത്തിലുമൊക്കെ തന്നെ മാലിന്യം കെട്ടിക്കിടക്കുന്നു. അത് അവിടെ നിന്നും എടുത്ത് സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് കോടതി ചില വിമർശനങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ പരിശോധന, ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് സംബന്ധിച്ച പരിശോധന നടത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ സംഘം എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസും അതോടൊപ്പം ജസ്റ്റിസ് P ഗോപിനാഥും കൂടി ഇവിടേക്ക് എത്തിച്ചേരും. കളമശ്ശേരി ജുഡീഷ്യൽ സിറ്റി നിർമ്മിക്കാൻ കണ്ട സ്ഥലത്തിന് തൊട്ടടുത്തും ഇതുപോലെ മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്, ഇത് മാറ്റണം എന്ന് പറഞ്ഞിരുന്നു. ഈ മാലിന്യം നീക്കം ചെയ്ത് ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലേക്ക് എത്തിച്ച് അത് സംസ്കരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ജഡ്ജിമാർ നേരിട്ട്, മുതിർന്ന ജഡ്ജിമാരാണ്, അവർ നേരിട്ടെത്തി പരിശോധന നടത്തും. അതിന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നത്. ഈ പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. 2 മുതിർന്ന ജഡ്ജിമാരെയും ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീകാന്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പരിശോധിക്കപ്പെടുക? അതിനുശേഷം റിപ്പോർട്ട്, മറ്റു നടപടികൾ അതെങ്ങനെയാവും? ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം മാലിന്യം ഇവിടെ പ്രതിദിനം സംസ്കരിക്കാൻ സാധിക്കും, അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഈ നേരത്തെ ഈ തീപിടുത്തമൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് 2 മുതിർന്ന ജഡ്ജിമാർ ഇവിടേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസും അതോടൊപ്പം തന്നെ ജസ്റ്റിസ് P ഗോപിനാഥും ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി കൃഷ്ണനെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ എത്രത്തോളം മാലിന്യം ഇവിടെ പ്രതിദിനം സംസ്കരിക്കാൻ സാധിക്കും, ഇവിടുത്തെ ആക്ച്വൽ കപ്പാസിറ്റി എത്രയാണ്, അത് ഇപ്പോഴും ഈ മാലിന്യ സംസ്കരണം കൃത്യമായി ഇവിടെ നടക്കുന്നുണ്ടോ, കൂടുതൽ മാലിന്യം ഇവിടേക്ക് എത്തിക്കുകയാണെങ്കിൽ അതൊക്കെ തന്നെ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഇവിടെയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. നേരത്തെ തീപിടുത്തമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ അതിനുശേഷം ഈ ബ്രഹ്മപുരത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് എത്രത്തോളം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നതും ഇന്നിപ്പോൾ ഈ പരിശോധനയുടെ ഭാഗമായി വിലയിരുത്തുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടും മറ്റും തയ്യാറാക്കലൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ മുതിർന്ന 2 ജഡ്ജിമാർ അതോടൊപ്പം ജില്ലാ ഭരണകൂടം അടക്കമുള്ളവർ, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായുള്ള ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഈ സംഘത്തിനൊപ്പമുണ്ട്. പരിശോധന ആരംഭിക്കുകയാണ്. ശരി, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ഹൈക്കോടതി ജഡ്ജിമാരും ജില്ലാ കളക്ടറും അടക്കമുള്ള സംഘം പരിശോധന നടത്തുകയാണ്. വിവരങ്ങൾ നൽകിയത് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും. ഇന്ത്യക്കെതിരായ 5ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ട് 218 പുറത്ത് 5 വിക്കറ്റ് എടുത്ത കുൽദീപ് യാദവും 4 വിക്കറ്റ് എടുത്ത അശ്വിനും ചേർന്നാണ് ഇംഗ്ലണ്ടിനെ എറിഞ്ഞിട്ടത്. 79 റൺസ് എടുത്ത സാക് ക്രൗളിക് മാത്രമാണ് ഇംഗ്ലീഷ് നിരയിൽ പിടിച്ചു നിന്നത്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുകയാണ്. അനിൽ, എന്തായാലും ഈ പരമ്പര ആര് നേടുമെന്ന ഒരു ചോദ്യത്തിന് ഉത്തരമില്ല, അത് നേരത്തെ തന്നെ നിർണ്ണയിക്കപ്പെട്ടതാണ്. ഇന്നിപ്പോൾ ഇംഗ്ലണ്ടിനെ എറിഞ്ഞിട്ടിരിക്കുന്നു. 2 താരങ്ങളുടെ സെഞ്ചുറി മത്സരം കൂടിയായിരുന്നല്ലോ. അങ്ങനെ തന്നെയാണ് ക്രിസ്റ്റീന. ഇന്ത്യക്ക് നേരത്തെ തന്നെ പരമ്പര നേടിയതിനാൽ വളരെ ആശ്വാസത്തോടു കൂടിയാണ് ഇന്ത്യ ഈ മത്സരം കളിക്കുന്നത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതിലേക്ക് ഒന്നുകൂടി അടുക്കാൻ കൂടുതൽ പോയിന്റുകൾ ഇന്ത്യക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഒരു കാര്യം മാത്രമാണ് ഇന്ത്യയുടെ മനസ്സിലുള്ളത്. നിലവിൽ ഈ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനക്കാരാണ് ഇന്ത്യ. അപ്പോൾ കൂടുതൽ സ്ട്രോങ് ആവാനുള്ള ഇന്ത്യയുടെ ഒരു മത്സരം ഇന്ന് മാത്രമാണ്. അപ്പോൾ ആ ഒരു കരുത്ത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. അതിനൊത്ത തന്നെ ഒരു പ്രകടനം ഇന്ത്യക്ക് കാഴ്ചവെക്കാനും സാധിച്ചു. 100 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിൽ വളരെ ശക്തമായ നിലയിലായിരുന്നു ആദ്യ സെഷന് ശേഷം
ഇംഗ്ലണ്ട്. പക്ഷേ രണ്ടാം സെഷനിലേക്ക് വന്നപ്പോൾ ഇന്ത്യൻ സ്പിന്നർമാർ കളം വാഴുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് കുൽദീപ് യാദവും അശ്വിനും. കുൽദീപ് 5 വിക്കറ്റ് എടുത്തപ്പോൾ 100ാം ടെസ്റ്റ് കളിക്കുന്ന അശ്വിൻ 4 വിക്കറ്റുമായി തിളങ്ങി. ശേഷിക്കുന്ന 1 വിക്കറ്റ് രവീന്ദ്ര ജഡേജയ്ക്കാണ്. സമീപകാലത്ത് ഈ ധരംശാല പേസ് ബൗളേഴ്സിനെ വളരെയധികം സഹായിച്ച ഒരു വിക്കറ്റാണ്. ഏറ്റവും ഒടുവിൽ നടന്ന രഞ്ജി ട്രോഫിയിൽ 298 ഓവർ എറിഞ്ഞതിൽ വെറും 19 ഓവർ മാത്രമാണ് സ്പിന്നർമാർക്ക് കൊടുത്തത്. അങ്ങനെ ഒരു പിച്ച് വളരെയധികം മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഒരു പിച്ചിൻ്റെ സ്വഭാവം കണ്ടുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ട് എന്ന ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് പോലും. പക്ഷേ ആ തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ബൗളിംഗ് പ്രകടനമാണ് ഇന്ത്യൻ ബൗളേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ഇന്ത്യ ഇപ്പോൾ മറുപടി ബാറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ അറ്റാക്ക് ചെയ്ത് തന്നെയാണ് ഇന്ത്യ കളിക്കുന്നത്. 26 റൺസ് എടുത്തിട്ടുണ്ട്. വിക്കറ്റ് ഒന്നും തന്നെ നഷ്ടപ്പെട്ടില്ല. ഒരു കൂറ്റൻ സ്കോർ അടിച്ചെടുത്ത് ഒരു വമ്പൻ ലീഡിലേക്ക് പോകാൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ ശ്രമം. എന്തായാലും ഇന്ത്യ പരമ്പര 4-1 നേടാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം. പ്രത്യേകിച്ച് ഇന്ത്യ കാത്തിരിക്കുന്ന വലിയൊരു റെക്കോർഡുണ്ട്. 112 വർഷം മുമ്പുള്ള ഒരു റെക്കോർഡ്. ഇതിനു മുമ്പ് ആദ്യ മത്സരം തോറ്റ ശേഷം 4 മത്സരങ്ങൾ തുടരെ ജയിച്ച ഒരു റെക്കോർഡ് ഓസ്ട്രേലിയയുടെ പേരിലാണ്. 1900 ആ വർഷത്തിലൊക്കെ തന്നെ. അപ്പോൾ 112 വർഷത്തിന് ശേഷം ഇന്ത്യക്കും അങ്ങനെ ഒരു നേട്ടം സ്വന്തമാക്കാനുള്ള അവസരമാണ് മുന്നിൽ നിൽക്കുന്നത്. ക്രിസ്റ്റീന. ശരി, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനിൽ വാസുദേവ്. ലൈവ് ന്യൂസ് തുടരുന്നു. കോൺഗ്രസിലെ തമ്മിലടിയും തൊഴുത്തിൽ കുത്തും അഴിമതിയും അടുത്താണ് നേതാക്കളുടെ മക്കൾ BJPയിലേക്ക് വരുന്നതെന്ന് വി മുരളീധരൻ. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ തുടരുന്നത് മണ്ടത്തരമെന്ന് എല്ലാവരും തിരിച്ചറിയുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP 2 അക്കം കടക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് വെറുതെയല്ലെന്നും വി മുരളീധരൻ പറഞ്ഞു. ഒരു ഒഴുക്ക് ഉണ്ടാകുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. അങ്ങ് എങ്ങനെയാണ് ഇത് വിലയിരുത്തുന്നത്? കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് വലിയ ഭാവിയില്ല. കോൺഗ്രസിൻ്റെ ആശയങ്ങൾ കാലഹരണപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ്സിലെ തമ്മിലടിയും തൊഴുത്തിൽ കുത്തും അഴിമതിയും അതിൽ മനമെടുത്തുകൊണ്ടായിരിക്കണമല്ലോ അവരൊക്കെ വരുന്നത്. അതിനോടൊപ്പം നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യക്ക് ഭാവിയുള്ളത് എന്നവർ തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കണം. ഇവരെല്ലാവരും കോൺഗ്രസിൻ്റെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഇത്രയും കാലം കോൺഗ്രസിനെ അടുത്തറിഞ്ഞ ആളുകളാണ്. ആ ആളുകൾ ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ് വിട്ടു പോകുന്നുണ്ടെങ്കിൽ ഈ കാരണങ്ങൾക്ക് പുറമേ ഉണ്ടാവുന്ന ഒരു കാരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇനിയും തുടരുന്നത് ആനമണ്ടത്തരമായിരിക്കും എന്ന് അവർക്ക് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അവർക്ക് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പരിഗണന ലഭിച്ചില്ല. അതാണ് അവരുടെ ഒന്നാമത്തെ പരാതി. അത്തരം ഒരു അക്കോമഡേഷൻ ഇവിടെ കിട്ടും, അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്താൻ BJPക്ക് സാധിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ, BJPയിലേക്ക് ഒരാൾ വരുമ്പോൾ അവരെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് എൻ്റെ സമീപനം, ഭാരതീയ ജനതാ പാർട്ടിയുടെ സമീപനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാലിൻ്റെ പേരുണ്ടോ? അറിയില്ല. അത്തരം ചർച്ചകളുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞാൽ അറിയില്ല. ചാലക്കുടിയെ സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം അങ്ങനെ നിലനിൽക്കുന്നതും BDJസിനോട് ആ സീറ്റ് ഒരുപക്ഷെ BJP മത്സരിച്ചേക്കുമെന്നൊക്കെ ഒരു കാര്യം ഞാൻ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ടിംഗ് ശതമാനം 2 അക്കമായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സീറ്റ് 2 അക്കമായിരിക്കും. അത് വെറുതെ പറഞ്ഞതല്ല എന്നെങ്കിലും മനസ്സിലാക്കുക. കൂടുതൽ നേതാക്കൾ അടുത്ത ദിവസങ്ങൾ പാർട്ടിയിലേക്ക് എത്തുമോ? വരുമ്പോൾ കാണും. എല്ലാവരും കാണും. സസ്പെൻസ് ഒളിച്ചു വെച്ചിട്ടുണ്ടോ BJP? കാണുമല്ലോ, എല്ലാവരും അറിയല്ലോ. വ്യാജലഹരി കേസിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ചാലക്കുടിയിലെ ഷീല സണ്ണി നൽകിയ ഹർജിയിൽ 10 ദിവസത്തിനകം സർക്കാർ മറുപടി പറയണമെന്ന് ഹൈക്കോടതി. ഒരു സ്ത്രീ അകാരണമായി 72 ദിവസം ജയിലിൽ കിടന്നതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കുമെന്ന് ഹൈക്കോടതി ചോദിച്ചു. വിവരങ്ങളുമായി ചേരുന്നത് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, വ്യാജലഹരി കേസിൽ ഷീല സണ്ണിയുടെ ഹർജിയോട് അനുഭാവപൂർവ്വമാണ് ഹൈക്കോടതി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീ 72 സെക്കൻഡ് പോലും ജയിലിൽ കിടക്കുന്നത് നല്ലതല്ല എന്നിരിക്കെ 72 ദിവസം ജയിലിൽ കിടക്കുന്നതിന് ആര് ഉത്തരവാദിത്വം പറയും? ഞാനും നിങ്ങളും ഉൾപ്പെട്ട നീതിന്യായ വ്യവസ്ഥ പരാജയപ്പെട്ടു എന്നല്ലേ അതിനർത്ഥമെന്നൊക്കെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചിട്ടുണ്ടല്ലോ. വ്യാജ ലഹരി കേസിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ചാലക്കുടിയിലെ ഷീല സണ്ണി നൽകിയ ഹർജിയിൽ 10 ദിവസത്തിനകം സർക്കാർ മറുപടി നൽകണമെന്ന് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. വിവരങ്ങളുമായി ചേരുന്നത് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, 72 സെക്കൻഡ് ഒരു സ്ത്രീ ജയിലിൽ കിടക്കുന്നത് നല്ലതല്ലെന്നിരിക്കെ 72 ദിവസം ഷീല സണ്ണി ജയിലിൽ കിടന്നതിന്റെ ഉത്തരവാദിത്തം ആർക്ക്? ഇത് നീതിന്യായ വ്യവസ്ഥയുടെ പരാജയമാണെന്നാണല്ലോ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്.
ഇതൊരു അനുഭാവപൂർണമായാണ് ഈ കേസ് കോടതി പരിഗണിക്കുന്നത്. ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ ഈ കേസ് എത്തിയപ്പോൾ തന്നെ കോടതി പറഞ്ഞത് കഴിഞ്ഞ തവണ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഇന്നും കൂടുതൽ സമയം നീട്ടിച്ചോദിച്ചതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. ശേഷമാണ് കോടതി പറഞ്ഞത് 72 ദിവസമാണ് ഒരു സ്ത്രീ ജയിലിൽ കിടന്നത്, അതിനാര് സമാധാനം പറയും എന്ന് കോടതി ചോദിച്ചു. മാത്രമല്ല ഇത് നീതിന്യായ വ്യവസ്ഥയുടെ തന്നെ പരാജയമായി കണക്കാക്കണം എന്നൊരു പരാമർശവും കോടതിയുടെ ഭാഗത്തു നിന്നും വന്നു. 72 ദിവസമല്ല, 72 സെക്കൻഡ് പോലും ഒരാളും ജയിലിൽ, കുറ്റം ചെയ്യാത്തവർ ജയിലിൽ കിടക്കരുത് എന്ന കാര്യം കോടതി ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. സർക്കാരിനോട് ഇക്കാര്യത്തിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എക്സൈസും മറുപടി നൽകേണ്ടി വരും. 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കാനായി മാറ്റുകയും ചെയ്തു. അതായത് 72 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഷീല സണ്ണി ഈ ഹർജി നൽകിയിരിക്കുന്നത്. ഒരു ദിവസം 1 ലക്ഷം രൂപ എന്ന കണക്കിൽ 72 ദിവസം ജയിലിൽ കിടന്നതിന് 72 ലക്ഷം രൂപ, അതാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള കണക്ക്. എന്തായാലും കോടതിയിൽ നിന്നും ഒരു അനുകൂല ഉത്തരവ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കോടതിയുടെ പരാമർശങ്ങൾ ആ സൂചന നൽകുന്നതാണ്. കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്. മുന്നറിയിപ്പില്ലാതെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കുറച്ചതിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. മലപ്പുറത്ത് പോലീസും ടെസ്റ്റിനെത്തിയവരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയുമുണ്ടായി. സ്ലോട്ട് ബുക്ക് ചെയ്ത എല്ലാവർക്കും ഇന്ന് തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ 24-നോട് പറഞ്ഞു. ഇന്നു മുതൽ എണ്ണം കുറയ്ക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അത്തരത്തിലൊരു ഉത്തരവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു മന്ത്രി എന്ന നിലയിൽ യോഗത്തിൽ ചർച്ച ചെയ്തു, ഞാൻ ഒളിച്ചു വയ്ക്കുന്നില്ല, ഞാൻ കള്ളം പറയേണ്ട കാര്യം എന്താ, യോഗത്തിൽ ചർച്ച ചെയ്തത്. പക്ഷേ യോഗ വിവരങ്ങൾ രഹസ്യമൊന്നുമില്ല അതിനകത്ത്. ആ യോഗ വിവരങ്ങൾ പുറത്ത് വേറെ തരത്തിൽ കൊടുക്കുക എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. അതിൽ അന്വേഷണം നടക്കും. ഞാൻ അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഷഹദ് റഹ്മാനാണ് ചേരുന്നത് മലപ്പുറത്തുനിന്ന്. ഷഹദ്, ഏറ്റവും വലിയ പ്രതിഷേധവും അതേപോലെ തന്നെ ഈ പോലീസുമായുള്ള കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായത് മലപ്പുറത്താണ്. മന്ത്രിയുടെ ഉത്തരവ് അല്പസമയത്തിനകം തന്നെ ഇറങ്ങിയിരുന്നു. അത് പ്രായോഗികമായോ? ഇന്ന് സ്ലോട്ട് എടുത്ത് എല്ലാവർക്കും തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വലിയ രീതിയിൽ ഈ പ്രതിഷേധം വരികയും 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ ഇത് റിപ്പോർട്ട് ചെയ്യുകയും പോലീസും ഇവിടെ ടെസ്റ്റ് നടത്താൻ വന്ന ആളുകളും തമ്മിൽ വാക്കേറ്റവും ഒപ്പം തന്നെ കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ പോയപ്പോഴാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി 24-നോട് തന്നെ പറയുകയുമുണ്ടായി, താൻ അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടില്ല, മറിച്ച് ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ അത് ഇന്ന് തന്നെ ആളുകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കണം എന്നൊരു കാര്യം ഒരു കാരണവശാലും തന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു അഭിപ്രായം വന്നിട്ടില്ല എന്ന കാര്യം മന്ത്രി വ്യക്തമാക്കി. എന്നാൽ പിന്നീട് നമ്മൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ആരാഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട തങ്ങൾക്കൊരു ഉത്തരവും വന്നിട്ടില്ല. വാക്കാൽ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ ഉത്തരവ് നടപ്പാക്കണമെന്ന് പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമായിരുന്നു. അപ്പോഴേക്കും കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ സംഘർഷം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ തന്നെ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. തിരൂരങ്ങാടി, ഒപ്പം തന്നെ പെരിന്തൽമണ്ണ, തിരൂര് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ വാക്കേറ്റവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മന്ത്രി ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ടെസ്റ്റ് ഇപ്പോൾ തുടരുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് ഇത് ഇന്ന് മാത്രമാണോ അതോ വരും ദിവസങ്ങളിലും സമാനമായ രീതി ഉണ്ടാകുമോ, അതല്ലെങ്കിൽ മന്ത്രി ഏതെങ്കിലും തരത്തിൽ പുതിയ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷഹദ് റഹ്മാൻ. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലിയിൽ വീണ്ടും സംഘർഷം. സന്ദേശ് ഖാലി സന്ദർശിക്കാനെത്തിയ BJP വനിതാ നേതാക്കളെ പോലീസ് തടഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് മുൻ നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെതിരായ ബലാത്സംഗ പരാതിയിൽ വിവാദം തുടരുകയാണ്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്താണ് ഏറ്റവും പുതിയ വിവരം? ക്രിസ്റ്റീന, സന്ദേശ് ഖാലി വിഷയത്തിൽ വീണ്ടും സംഘർഷം തുടരുകയാണ്. ഇന്ന് സന്ദേശ് ഖാലിയിലെ പീഡനത്തിനിരയായ സ്ത്രീകളെ സന്ദർശിക്കുന്നതിനായി ഇറങ്ങിയ BJPയുടെ സംഘത്തെ കൊൽക്കത്ത നഗരത്തിനകത്ത് വെച്ച് തന്നെയാണ് പോലീസ് തടഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തടഞ്ഞത് എന്ന് ഈ നേതാക്കൾ പോലീസുമായി ഏറെ നേരം തർക്കിച്ചു. തുടർന്നാണ് സംഘർഷ രംഗങ്ങൾ ഉണ്ടായത്. ഈ നേതാക്കളെ അഗ്നിമിത്ര പോൾ, ഒപ്പം തന്നെ ലോക്കറ്റ് ചാറ്റർജി അടക്കമുള്ള നേതാക്കളെ പശ്ചിമബംഗാൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഈ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൊൽക്കത്ത നഗരത്തിനകത്ത് വെച്ച് തന്നെ അങ്ങോട്ട് സന്ദർശിക്കാനായി പുറപ്പെട്ട നേതാക്കളെ പോലീസ് തടഞ്ഞത്. ഈ നടപടിക്കെതിരായ കടുത്ത പ്രതിഷേധം തന്നെ ഉയർത്താൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ബൽറാം നെടുങ്ങാടിയാണ് ചേർന്നത് ഡൽഹിയിൽ നിന്ന്.